എന്തൊരു മത്സരമായിരുന്നു, എന്തൊരു പോരാട്ടമാണ് ജപ്പാൻ നടത്തിയത്. ത്രില്ലർ പോരാട്ടത്തിൽ ജപ്പാനെ മറികടന്ന് ബ്രസീൽ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. കളിയുടെ അവസാന മിനിറ്റിലാണ് ബ്രസീലിന്റെ വിജയ ഗോൾ വരുന്നത്. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 2 എണ്ണം തിരിച്ചടിച്ചാണ് ബ്രസീൽ വിജയിച്ചത്. ബ്രസീലിന്റെ ആക്രമണത്തോടുകൂടി തന്നെയാണ് കളി തുടങ്ങിയത്. എന്നാൽ കളിക്ക് വിപരീതമായിട്ട് ആദ്യം ഗോൾ നേടിയത് ജപ്പാൻ. 29ാമത്തെ മിനിറ്റിൽ കെയ്ഷു സനോയാണ് ഗോൾ നേടിയത്. കാസിമിറയുടെ ഒരു മിസ്പാസ് പിടിച്ചെടുത്ത് നടത്തിയ സോളോ റൺ അലിസണെ കീഴ്പ്പെടുത്തി കെയ്സു സനോ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി. 1-0 എന്ന സ്കോറിന് ജപ്പാൻ മുന്നിലെത്തുന്നു. ആദ്യ പകുതിയിൽ തന്നെ ഗോൾ തിരിച്ചടിക്കാൻ ബ്രസീൽ ആകുന്നത് ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്നാൽ 2ാം പകുതിയിൽ കളി മാറി. തിരമാലകൾ പോലെ ആർത്തലച്ച ബ്രസീൽ താരങ്ങൾ ജപ്പാന്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറി. നിരന്തരം ക്രോസുകൾ, ജപ്പാന്റെ ഉയരക്കുറവുള്ള താരങ്ങളെ മറികടക്കാൻ കൂടുതൽ ഏരിയൽ ബോളുകൾ. അതിന് 56ാമത്തെ മിനിറ്റിൽ ഫലം കിട്ടി. ഗബ്രിയേലിന്റെ ക്രോസിൽ നിന്നും കാസിമിറയുടെ ഒരു കിടിലൻ ഹെഡർ. നേരത്തെ വില്ലനായ കാസിമിറോ ഇത്തവണ ഹീറോയായി. പക്ഷേ അവിടെ കൊണ്ട് ബ്രസീൽ നിർത്തിയില്ല. തുടർന്നും നിരന്തരം ആക്രമണങ്ങൾ. വിനീഷ്യസ് ജൂനിയറിനെയൊക്കെ പിടിച്ചുകെട്ടാൻ ജപ്പാൻ താരങ്ങൾ ഒരുപാട് പാടുപെട്ടു. എന്നാൽ കിട്ടിയ അവസരങ്ങളിൽ ജപ്പാൻ താരങ്ങൾ ബ്രസീലിന്റെ ഗോൾ മുഖത്തേക്ക് കൗണ്ടർ അറ്റാക്കുകളുമായിട്ട് ഇരച്ചു കയറുകയും ചെയ്തു. അങ്ങനെ നിരന്തരം ആക്രമണങ്ങൾക്കൊടുവിൽ 96ാമത്തെ മിനിറ്റിൽ ബ്രൂണോയുടെ പാസിൽ നിന്നും സബ്ബായിട്ടെത്തിയ ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ഗോളിലൂടെ ബ്രസീൽ വിജയം പിടിച്ചെടുത്തു. പിന്നീടുള്ള കുറച്ച് സമയം ജപ്പാൻ ബ്രസീലിന്റെ ഗോൾ മുഖത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രസീൽ പിടിച്ചു നിന്നു. അങ്ങനെ അവസാനം 2-1 എന്ന സ്കോറിന് ത്രില്ലർ പോരാട്ടത്തിൽ ബ്രസീൽ വിജയം പിടിച്ചെടുത്തു.